ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഏതാണ്? അറബിക് കഥ അല്ലേ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ചു അല്ലേ? കഥ നമുക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി. അപ്പോ നമ്മൾ ആരുടെ കഥയാണ് പറയുന്നത്? ഉമ്മർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് പറയുന്നത്. ഉമ്മറിന് ആരൊക്കെയുണ്ട്? ഒരു അന്ധയായ അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ അവന് പല വഴിക്കുന്നായിട്ട് പലരും അവന്റെ വീട്ടിലെ അംഗങ്ങളാക്കി. അത് ആരൊക്കെയായിരുന്നു? പൂച്ച, പട്ടി, പാമ്പ് അല്ലേ? അതിനുശേഷം അവൻ വീട്ടിൽ വളരെ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നു. ഒരു പാമ്പിന്റെ കയ്യിൽ നിന്ന് അവന് മാണിക്യം കിട്ടി. ആ മാണിക്യത്തിന് പ്രത്യേകതയുണ്ട്. എന്താണ്? അത് നാവിന്റെ അടിയിൽ വെച്ച് നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നമുക്ക് ലഭിക്കും. അങ്ങനെ അവൻ നാവിന്റെ അടിയിൽ വെച്ചതിന് ശേഷം ഒരു വലിയ കൊട്ടാരം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. അമ്മ അന്ധയൻ മാറി കാഴ്ചയുള്ളവളായി മാറട്ടെ എന്ന് അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അമ്മയ്ക്ക് കാഴ്ച തിരിച്ചു കിട്ടി. അരമനയിലെ സന്തോഷത്തോടുകൂടി ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ നാട്ടിലെ പ്രമുഖനായ ഒരു മുതലാളിയുണ്ട്. ആ മുതലാളിയുടെ മകളെ, അതായത് സുബൈദയെ വിവാഹം ചെയ്തു. അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ കഥ അവസാനിപ്പിച്ചത്. ആ സുബൈദയ്ക്ക് ഒരു തോഴിയുണ്ട്. ആ തോഴിയുടെ പേരെന്തായിരുന്നു? ഗയാനി അല്ലേ? ഗയാനിയാണെങ്കിലോ ഭയങ്കര അസൂയുള്ളതാണ്. മറ്റുള്ളവർക്ക് ഉണ്ടാകും തീരെ ഇഷ്ടമല്ല. അപ്പൊ ഗയാനിക്ക് ആരോട് അസൂയ തോന്നുകയാണ്? സുബൈദയോട്. കാരണം എന്താണ്? എല്ലാ സുഖസൗകര്യങ്ങളും സുബൈദയ്ക്ക് ഉണ്ടാകുകയാണ്. അപ്പൊ ഈ സുഖസൗകര്യങ്ങൾ എങ്ങനെ കിട്ടി എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതിനൊരു ദിവ്യമായ രത്നം കൊണ്ടാണ്. അത് നാവിന്റെ അടിയിൽ വെച്ചാൽ ആഗ്രഹിക്കുന്ന എന്തും സാധിക്കുമെന്ന് ആ ഒരു സൂത്രത്തിൽ മനസ്സിലാക്കി ഗയാനി മനസ്സിലാക്കി. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കൊടുക്കൂ, നമുക്ക് തുടർന്ന് വായിക്കാം. പേജ് നമ്പർ 21. എല്ലാവരും എടുത്തോ? കൈ വെച്ച് ഓരോ വാക്കും കൈ വെച്ച് വായിക്കണം കേട്ടോ. സ്നേഹമയിയും നിഷ്കളങ്കയുമായ സുബൈദ ഉമ്മറിനോട് അത് സൂക്ഷിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടു. എന്താണ് ആവശ്യപ്പെടുന്നത്? ഉമ്മറിന്റെ കയ്യിലാണ് ഈ രത്നം. ആ രത്നം ആരാവശ്യപ്പെടുകയാണ്? സുബൈദ ആവശ്യപ്പെട്ടു. ഉമ്മർ അത് അവളുടെ കയ്യിൽ കൊടുത്തു. ഭാര്യ ആവശ്യപ്പെട്ടതല്ലേ, സൂക്ഷിച്ചു വെക്കാനല്ലേ എന്ന് വിചാരിച്ച് ഭർത്താവായ ഉമ്മർ ആർക്ക് കൊടുക്കുകയാണ്? സുബൈദയ്ക്ക് കൊടുക്കുന്നു. സുബൈദ എന്തുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഗയാനിയുടെ നിർദ്ദേശപ്രകാരമാണ് അവൾ ഭർത്താവിനോട് ഈ രത്നം വേണം, അത് സൂക്ഷിച്ചു വെക്കണം എന്ന് ആവശ്യപ്പെട്ടത്. അടുത്ത ദിവസം സുബൈദ ഗയാനിയെ രത്നം കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് ഗയാനി അത് തട്ടിയെടുത്ത് നാവിനടിയിൽ വെച്ചുകൊണ്ടു പറഞ്ഞു, നീ ഒരു പോക്കാച്ച തവളയായി പോകട്ടെ, ഞാനിനി കൊട്ടാരത്തോടെ കടലിനക്കര എത്തട്ടെ. എന്താണ് പറഞ്ഞത്? ഗയാനിക്ക് ഈ രത്നം കാണിച്ചു കൊടുക്കുകയാണ്. ഈ അമൂല്യമായ മാണിക്യരത്നം ആര് കാണിച്ചു കൊടുക്കുന്നു? സുബൈദ കാണിച്ചു കൊടുക്കുന്നു. ഈ കാണിച്ചു കൊടുത്ത മാത്രയിൽ തന്നെ ഈ രത്നം ആര് തട്ടിയെടുത്തു? ഗയാനി തട്ടിയെടുത്തു. അതിനുശേഷം ഗയാനിയുടെ നാവിന്റെ അടിയിൽ വെച്ച് അവൾ എന്താണ് ആവശ്യപ്പെടുന്നത്? എന്താണ് പറയുന്നത്? നീ ഒരു പോക്കാച്ചി തവളയായി പോകട്ടെ. ആരാണ് പോക്കാച്ചി തവളയായി മാറിയത്? സുബൈദ. ഞാൻ ഈ കൊട്ടാരത്തോടെ കടലിനക്കരെ എത്തട്ടെ. ഞാൻ ഈ കൊട്ടാരത്തോടുകൂടി കടലിനക്കരെ എത്തട്ടെ. വൈകുന്നേരം ഉമ്മർ മടങ്ങിയെത്തി. ഭാര്യയില്ല, അരമനയില്ല, ഒരു തവള മാത്രം അയാളെ ചുറ്റിപ്പറ്റി നിന്നു. അപ്പൊ എന്തുണ്ടായത്? വൈകുന്നേരം നമ്മുടെ ഉമ്മർ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൊട്ടാരം കാണാനില്ല, ഭാര്യയെ കാണാനില്ല, ഒന്നും കാണാനില്ല. എന്തുണ്ടായത്? ഗയാനി ഈ കൊട്ടാരത്തോടു കൂടി എവിടേക്ക് പോയി? കടലിനക്കരയ്ക്ക് മറഞ്ഞു കഴിഞ്ഞു. അയാളുടെ അടുത്ത് ഒരു തവള മാത്രമേ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ആ തവള ആരായിരുന്നു? സുബൈദയായിരുന്നു ആ തവള. അയാളുടെ വ്യസനം കണ്ട് പൂച്ചയും പട്ടിയും പറഞ്ഞു. വ്യസനം എന്ന് പറഞ്ഞാല് വിഷമം എന്നാണ് അർത്ഥം. അയാളുടെ വിഷമം കണ്ടിട്ട് പൂച്ചയും പട്ടിയും പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാം. പൂച്ചയെ പുറത്തു കയറ്റി പട്ടി കടലിനക്കരയ്ക്ക് നീന്തി. അപ്പൊ എന്തുണ്ടായത് ഇവിടെ? പൂച്ചയും പട്ടിയും എന്തായിരുന്നു പറഞ്ഞത്? ഉമ്മറിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് പൂച്ചയെ പുറത്തു കയറ്റി. ആരെന്നെ പുറത്തു കയറ്റുന്നത്? പൂച്ചയെ പുറത്തു കയറ്റി പട്ടി കടലിനക്കരയിലേക്ക് നീന്തി. അപ്പൊ കടലിനക്കരയിലേക്കാണ് രാജധാനിയോടുകൂടി ആര് പോയിരിക്കുന്നത്?
ഗയാനി പോയിരിക്കുന്നു. അങ്ങനെ രാജധാനിയോടുകൂടി കടലിനക്കരെ ആരെത്തിപ്പെട്ടിട്ടുണ്ട്? ഗയാനി എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഉമ്മറാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. കാരണം എന്താ വിഷമിക്കാനുള്ള കാരണം എന്താ? ഭാര്യയെ കാണാനില്ല, അരമന കാണാനില്ല, സുഖ സൗകര്യങ്ങളൊന്നും കാണാനില്ല. എന്താ സംഭവിച്ചതെന്ന് നമ്മുടെ പാവം ഉമ്മറിനെ അറിയില്ല. ഇനി എന്താണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പാഠഭാഗം എല്ലാവരും വായിക്കണം, നോട്ട്സ് എഴുതിയെടുക്കണം, ടെസ്റ്റ് പേപ്പർ എഴുതണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.